ഹലോ ഗൈസ്, എൻ്റെ പേര് അളകനന്ദ. ഞാൻ ഈ കഴിക്കുന്ന യെല്ലോ കളറിലുള്ള ചോറാണ് ലെമൺ റൈസ്. ഈ ഒരു ഐറ്റത്തെ പറ്റി ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ ഞാനിത് കഴിച്ചത് കഴിഞ്ഞ വർഷമായിരുന്നു. അതും ഞാൻ ആദ്യം ജോലിക്ക് കയറിയ സ്ഥലത്തുനിന്ന്. വേറെ എവിടുന്നും അല്ല, നമ്മളെ കർണാടകയിൽ നിന്ന്. ബി.എഡ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്തായിരുന്നു എനിക്ക് അവിടെ ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നത്. കർണാടകയിലെ ചിത്രദുർഗ ഡിസ്ട്രിക്റ്റിലെ ചെൽക്കര എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്കൂൾ ഉണ്ടായിരുന്നു. പുറത്തുനിന്നുള്ള ടീച്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്കുള്ള അക്കോമഡേഷൻ എല്ലാം അറേഞ്ച് ചെയ്ത് തന്നത് സ്കൂൾ മാനേജ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ ഞാനും പിന്നെ കേരളത്തു നിന്ന് വേറൊരു കുട്ടിയും കൂടിയായിരുന്നു ഒരു വീട്ടിൽ താമസിച്ചിട്ടുണ്ടായിരുന്നത്. കുക്കിംഗ് എല്ലാം ഞങ്ങൾ തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ 2-3-4 ആഴ്ചയെല്ലാം നമ്മൾ ചോറുണ്ടാക്കുന്നു, കറി ഉണ്ടാക്കുന്നു, ഉപ്പേരി ഉണ്ടാക്കുന്നു, പിന്നെ സൈഡിലേക്ക് അച്ചാർ, ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ നേരത്തെ 5:30-4:30 എണീറ്റുണ്ടായിരുന്നു ഫസ്റ്റ്. പക്ഷെ ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് പിള്ളേരെല്ലാം പല പല കളർ ചോറാണ് കൊണ്ടുവരുന്നത്. ഞാൻ ക്ലാസ് ടീച്ചറായിരുന്നു, അപ്പം ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. എന്നിട്ട് ഈ ചോറിൻ്റെ കൂടെ ഒരു മെയിനായിട്ട് തൈര്, അതാണ് ഇവരുടെ മെയിൻ സൈഡ് ഡിഷെന്ന് എനിക്ക് മനസ്സിലായത്. കറി കൊണ്ടുവരുന്ന പിള്ളേരും ഉണ്ട്, പക്ഷേ മെജോറിറ്റി പിള്ളേരെന്ന് പറയുന്നത് ഈ തൈര്, ലെമൺ റൈസ്, പിന്നെ പറയുന്നത് നമ്മളെ പുളിയോഗ്രെ, പിന്നെ പുതിന റൈസ്, അങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടുവരുന്നത് എല്ലാം കൂടെ 1 പോട്ട് റൈസാണ് ഇവർ മെയിനായിട്ടും കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം നമ്മൾ തീർന്ന സാധനം എല്ലാം റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയ സമയത്താണ് ഈ ലെമൺ റൈസിൻ്റെ കുഞ്ഞു കുഞ്ഞ് മിക്സുള്ള പാക്കുകൾ കണ്ട. 5 രൂപയോ 10 രൂപയോ എന്തോ ആണ് ഓരോ പാക്കിന്. അതാണെങ്കിൽ സുഖമാണ്, ഒന്നുമില്ല, നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക, ചൂടാക്കുക, ഈ മസാല അങ്ങ് ഇടുക, വേവിച്ച് വെച്ച് റൈസ് ഇടുക. പിന്നെ ഒന്നും നോക്കില്ല, ഒരു 4-5 പാക്ക് തന്നെ അങ്ങ് വാങ്ങി ഡെയിലി ഉച്ചയ്ക്ക് നമ്മൾ ഈ ലെമൺ റൈസ് ഒന്നെങ്കിൽ അച്ചാർ അല്ലെങ്കിൽ തൈര് ഇതങ്ങനെ കൊണ്ടുപോകാൻ തുടങ്ങി. അന്നൊന്നും എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഉണ്ടാക്കാൻ സുഖമായതുകൊണ്ട് നമ്മളത് ഡെയിലി കൊണ്ടുപോകുമായിരുന്നു. പിന്നെ ഒരു ദിവസം നൈബറായിട്ടുള്ള ഒരു ആൻറ്റി വന്നിട്ട് നമുക്ക് കുറച്ച് ഫുഡ് തന്നു. അവരുണ്ടാക്കിയ വീട്ടിലത്തെ ഫുഡ്. അതിൽ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഈ ലെമൺ റൈസ് ആയിരുന്നു. ആ ലെമൺ റൈസ് ആണെങ്കിൽ ഭയങ്കര ഫ്രഷ് ആൻഡ് ടേസ്റ്റി ആയിരുന്നു. അന്നാണ് ശരിക്കും എങ്ങനെയാണ് ലെമൺ റൈസിൻ്റെ ടേസ്റ്റ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് ഞങ്ങൾ അങ്ങനെ ആ കുഞ്ഞി പാക്ക് വാങ്ങിയിട്ട് ലെമൺ റൈസ് ഉണ്ടാക്കിയിട്ടില്ല. യൂട്യൂബിലെല്ലാം നോക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എത്ര ഉണ്ടാക്കിയാലും അവരുടെ ആ ഒരു ടേസ്റ്റ് വരില്ലെങ്കിലും നമുക്ക് കഴിക്കാം. പിന്നീട് അങ്ങോട്ട് ഇത് തന്നെയായിരുന്നു നമ്മളുണ്ടാക്കും. 3 നേരം, രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി ഇത് തന്നെ ഉണ്ടാക്കി മടുത്ത ഒരു ടൈമും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.